ഹലോ ഹവർ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മൈ ഐ5T. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് മൈൻക്രാഫ്റ്റ് സർവൈവൽ സീരീസിൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യലേക്ക്, ഷെയർ സപ്പോർട്ട് ചെയ്യുക, പിന്നെ വീഡിയോ കണ്ടെന്ന് കമൻറ്റ് ചെയ്യും. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലിരുന്നിട്ട് ചിന്തിക്കുക, നമുക്ക് നെതർ മൈനിങ്ങിനൊന്ന് പോയാലോ. അങ്ങനെ നമ്മൾ പോർട്ടൽ വഴി നെതർ മൈനിങ്ങിന് പോകുന്നുണ്ടായിരുന്നു. MUMJD എന്ന പ്രൊഫസർ ലാനിൽ വരിക ഒരു മിഷൻ ഉണ്ടെന്ന് പറയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോകാൻ നേരത്തെ പെട്ടെന്ന് നമ്മൾ വന്നെത്തിയത് ഈ ഒരു സ്ഥലത്താണ്. അങ്ങനെ ഈ ഒരു സ്ഥലത്ത് വന്നെത്തിക്കാണ്ട് നമ്മൾ നേരെ മുന്നോട്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു ബുക്കുണ്ട്. ഐ കംസ് ഹിയർ അൺഎക്സ്പെക്റ്റഡ്ലി, ഡോണ്ട് ഗോ ടു ദ ഹൗസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. നമ്മുടെ മുന്നോട്ടുള്ള വീട്ടിലോട്ട് പോവരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അയ്യോ, ഇതാരാ? സ്ലൈമി. ചത്തു. നമുക്ക് 2 സ്ലൈം കിട്ടി. അപ്പോൾ ഓക്കെ, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ മുന്നത്തെ വീട്ടിലോട്ട് പോവരുതെന്നാണ്. ആ വീടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അവിടെ ഇതേ വേറൊരു വില്ലേജർ ഉണ്ട്. വേറെ വില്ലേജർ ഒരുപാട് വില്ലേജേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, തിരിച്ചു പോയിക്കൂടെ? ഞാൻ തിരിച്ചു പോകാൻ നേരത്തുണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഹെൽത്തും എൻ്റെ ചിക്കനും നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. തിരിച്ചു പോകുന്ന നേരത്ത് നമ്മുടെ ഹെൽത്ത് വളരെ പവർഫുള്ളായി അടിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെന്താ തുറന്ന്? അയ്യോ, ജമ്മു ഓടറാ. അപ്പോൾ തിരിച്ചു പോകാൻ നോക്കിയപ്പോൾ എൻ്റെ ഹെൽത്ത് മൊത്തം അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ചിക്കൻ കുറയുന്നുണ്ട്. പെട്ടെന്ന് എന്തെല്ലാം സൗണ്ടൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ. ഇതാരാണ്? എൻ്റെ അമ്മേ, എൻ്റെ മോനെ. ഓക്കെ, ഇതെവിടെ സ്ഥലം? ഇതെവിടെയാണ് സ്ഥലം? ഓക്കെ, ഇതാരാ? എവിടെ സ്ഥലം? എനിക്കൊരു പിടുത്തമില്ല. എന്താണിത് സംഭവം? ഓക്കെ, ഒരു പെട്ടുണ്ട്. ഇതെന്താണ്? എൻ്റെ മോനെ, ഒരു ബാഗ് നിറച്ച ഐറ്റംസ് ഉണ്ട്. നമുക്കിതങ്ങ് പൊട്ടിച്ചേക്കാം. ഈ ബാഗ് നമ്മുടെ കയ്യിലെടുക്കാം. ഇതാരുതാന്ന് എനിക്കൊരു പിടുത്തമില്ല. നമുക്കെന്തായാലും ഇവനെ എടുക്കാം. ഇതിനെ ഇവിടെ തന്നെ പ്ലേസ്. ഇതാരുതാണ് എന്നൊന്നും നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. ഓക്കെ, നമുക്ക് കുറേ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ, ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു വീടുണ്ടായിരുന്നതാണ്. ഓക്കെ, വളരെ പൈകിയ വീടാണ്. ഇതെന്താണ് ഇവിടെ? ഓക്കെ, റിച്ചാർഡ് നെയില്, ഡേറ്റ് ഓഫ് ബർത്ത് 16/8/1087. ഫ്രണ്ട്സ്, ഇതെന്താണ്? വേറെന്തോ കാണിക്കുന്നുണ്ടല്ലോ അവിടെ. നമുക്ക് ഇതിൽ സൂടുണ്ടാകും. ഓക്കെ, സൂടെല്ലാം ഉണ്ട്. ആ സ്ലൈമിന് ഇപ്പം തന്നെ ഞാൻ തീർത്തേക്കാം. ഓക്കെ, ഇതിൻ്റെ ചോൾട്ട വന്ന്. ചോൾട്ടനെ നമ്മൾ തീർത്തപ്പോൾ വീണ്ടും ചോൾട്ടകൾ വരുന്നു. ഓക്കെ, ആ ചോൾട്ടനെ തീർത്തപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. ഈ ചോൾട്ടകളാണ് നമ്മൾ ചോൾട്ടകളായി തീർക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ കാണിക്കുന്നത് റിച്ചാർഡ് നെയിൽ, ഡേറ്റ് ഓഫ് ബർത്ത് 16/8/1087 ഈ സ്ഥലത്തോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, RIP ? ചെയ്തിരിക്കുകയാണ്. ഇതിനി വെറുതെ ഇങ്ങനെ വെച്ചതാണോ? അതാവാൻ ചാൻസ് കുറവാണ്. നമുക്ക് നമ്മുടെ ബാഗ് എടുക്കാം. നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതോടെ തന്നെ ഇരിക്കട്ടെ. എൻ്റെ മോനെ. ഓക്കെ, ഇതെന്താണ് സംഭവം? ഇത് അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളൊന്ന് വിശദമായി ഇത് പരിശോധിക്കുകയാണെങ്കിൽ മിക്കവാറും ഇത് ഈ റിച്ചാർഡ് നെയിൽ എന്ന് പറയുന്ന നമ്മുടെ ക്യാപ്റ്റൻ്റേതായിരിക്കും. ഓക്കെ, മെല്ലെ മെല്ലെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, ഈ ബുക്ക് നമ്മൾ വായിച്ചതായിരുന്നു. ഈ ബുക്ക് നമ്മൾ വായിച്ചിട്ടില്ല. ദ ബാഗ് വിൽ ഹെൽപ്പ് യു ഇൻ ഫ്യൂച്ചർ. ഓക്കെ, ക്യാപ്റ്റൻ നെയിലിൻ്റെ ആ ചെറിയ ഹട്ടിൽ നിന്ന് കിട്ടിയ ആ ബാഗ് നമ്മളെ ഫ്യൂച്ചറിൽ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഫ്യൂച്ചറിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ മാത്രം അതിൽ ഐറ്റംസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ബാഗ് ഇവിടെ വെച്ചിട്ട് ഈ ടോട്ടം എടുക്കാം. എന്നിട്ട് ഈ ഷീൽഡ് മാറ്റിയിട്ട് നമുക്ക് ടോട്ടം വയ്ക്കാം.
ഇത് നമുക്ക് പൊട്ടിച്ചിട്ട് നമുക്ക് നെയിലിൻ്റെ ഹട്ടിൽ പോവാം. വളരെ ചെറിയൊരു ഹട്ടാണ് എങ്കിലും ഇതെല്ലാം എവിടുന്ന് ഒപ്പിച്ചു? ഇവിടെ വുഡൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഇത് ഒപ്പിച്ചത്? വുഡില്ലാതെ ഇതെങ്ങനെ ഒപ്പിച്ചു എന്ന് എനിക്കറിയാത്ത. അതുപോലെ തന്നെ നമ്മുടെ ഡ്രാഗണിനെ കൊല്ലാൻ പോലല്ലേ ഷെൽട്ടറെല്ലാം കിട്ടുള്ളൂ. എൻ്റെ ഒന്നും ഒരു ഭീമാകാരനായൊരു സ്ലൈം ഇതേ 2 വട്ടനും ചത്തു. വീണ്ടും വീണ്ടും സ്ലൈംസ് വന്ന് നമ്മുടെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇവിടെ എന്തോ സ്ലൈംസിൻ്റെ എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ് തോന്നുന്നത്. ഒരുപാട് സ്ലൈംസ് ഉണ്ട് ഇവിടെ. ഓക്കെ, നമുക്ക് ഒരുപാട് സ്ലൈം കിട്ടുന്നുണ്ട്. ഇവിടെ ഒരു ട്രേഡർ ഉണ്ട് ഫ്രണ്ട്സ്. ഓക്കെ, ട്രേഡർ എന്താണ് ഇവിടെ? ട്രേഡിനൊന്നും പറ്റിയിട്ടില്ലല്ലോ. ഓക്കെ, അപ്പം നമ്മൾ ട്രേഡറിന് ഒന്നും പറ്റിയിട്ടില്ല. പക്ഷെ നമ്മുടെ നെയില് ഡെഡായിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ട്സ്, നെയില് ഡെഡായിട്ടുണ്ടെങ്കിൽ RIPൻ്റെ അവിടെ RIP ഡേറ്റ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ആ നെയിലിൻ്റെ ആ ശവപ്പെട്ടി അവിടെ എഴുതി വെച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ RIP ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പോഴത്തെ നമുക്ക് പറയാൻ കഴിയും നെയിൽ മരിച്ചിട്ടില്ല. മരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹട്ടൊന്നും ഇങ്ങനെ ഇരിക്കാൻ ചാൻസ് കുറവാണ്. അതുപോലെ തന്നെ ആ ട്രേഡറിനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയും ട്രേഡർ ഇതുവരെ ഡെത്തായിട്ടില്ല. ഓക്കെ, ഇതെന്താണ്? നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലല്ലോ. ഓക്കെ, ഇവിടെ മൊത്തം മോൺസ്റ്റേഴ്സിനെയാണ്. ഓക്കെ, ഇവിടെ എന്താണ്? ഓക്കെ, സ്ലൈം ഇവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. അതിന് നമ്മൾ കൊന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഉറങ്ങാൻ പറ്റുമായിരിക്കും. ഓക്കെ, ഇപ്പോഴും നമുക്ക് ഉറങ്ങാൻ കഴിയില്ല. നമുക്കെന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ എൻചാൻമെൻറ്റ് ടേബിളെല്ലാം ഉണ്ട്. നമ്മുടെ ഇൻവെൻ്ററി ക്ലീനുമാണ്. നമുക്ക് ഈ ഒരു പിക്കാക്സ് ഇവിടെ വെക്കാം, ഇതെല്ലാം ഇവിടെ വെക്കാം. ഇനി നമുക്ക് നെയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മുന്നിലുള്ള വീട്ടിലോട്ട് പോകരുതെന്നാണ് നെയിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്കെന്തായാലും ഓക്കെ, അതാണ് വീട്. എനിക്ക് തോന്നുന്നത് ഒരു വലിയ വീട് തന്നെയാണെന്നാണ്. ഇവിടുന്ന് കണ്ടിട്ട് തന്നെ നല്ല വലിപ്പം തോന്നുന്നുണ്ട്. ഓക്കെ, ഇവിടെ ക്രീപ്പേഴ്സ് എല്ലാം ഉണ്ട്. സീനാണ്. ഓക്കെ, ഒരു ക്രീപ്പർ നമ്മളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ മാൻഷനിലോട്ട് നമുക്ക് കയറാം. എൻ്റെ മോനെ, ഇവിടെ മൊത്തം ഗാർഡ്സാണ്. എൻ്റെ അമ്മ, നമുക്ക് ഒരാളും കാണാൻ പാടില്ല. ഓക്കെ, നമ്മളെ കണ്ടിട്ടുണ്ട്, ആരൊക്കെയോ കണ്ടിട്ടുണ്ട്. ഓക്കെ, അവനെ നൈസായി തട്ടാൻ കഴിയാൻ നോക്കാം. എൻ്റെ മോനെ നമ്മളവനെ തട്ടിയിട്ടേ കാര്യമുള്ളൂ. തട്ടി. ഓക്കെ, സോംബി അതിൻ്റെ അടിയിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നെയിലിന് എന്താണ് സംഭവിച്ചതെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഓക്കെ, നമുക്കിവിടുന്ന് ഇവന്മാരെന്ത് നമ്മളെ തീർക്കാതെ വിടില്ല. ഓക്കെ, അവൻ്റെ കയ്യിൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നൈസായിട്ട് അവനെ പോയി തട്ടാൻ കഴിയുക. ഓക്കെ, അവന് ദേ വരുന്നു. നമ്മുടെ സ്പോട്ടിൽ അടുത്തിട്ട് വാടാ. അത്രേ ഉള്ളൂ. എൻ്റെ മോനെ, നമ്മൾ ഡെഡായിട്ടുണ്ട് ഫ്രണ്ട്സ്. കിട്ടില്ല തന്നെ, ഒരു രക്ഷയില്ല കേട്ടോ. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരുപാട് ആരോസ് എല്ലാം ഉണ്ട്. ഇപ്രാവശ്യം നമുക്ക് ഷീൽഡായിട്ട് പോവാം. കുറച്ച് കുക്കീസ് ഇരിക്കട്ടെ. ഓക്കെ, ഈ കുക്കീസെല്ലാം എവിടെ നിന്ന് വന്നു എന്ന് എനിക്കൊരു പിടുത്തമില്ല. അതാണ് എൻ്റെ അതും കറക്റ്റ് ഒരു സ്റ്റാക്ക് തന്നെയുണ്ട്. മിക്കവാറും ഇത് നമ്മുടെ സ്വന്തം നെയിലിൻ്റെ പണിയായിരിക്കും. ഓക്കെ, നല്ല രസമുണ്ട് ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ.
ഈ ബോഡി ഗാർഡ് കാണാതെ കണ്ണ് വെട്ടിച്ച് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി ഫാസ്റ്റസ്റ്റ് ആയിക്കോട്ടെ. അവന്മാരൊന്നും മൈൻഡ് ചെയ്യണ്ട മോനെ. ഒന്നും മൈൻഡ് ചെയ്യാൻ നിൽക്കേ വേണ്ട. നൈസായി സൈഡിലോട്ട് ഓടി. എൻ്റെ മോനെ കിടിലൻ. നമ്മുടെ അത്രയും ഐറ്റംസ് വീണ്ടും പോയിരിക്കുകയാണ്. നമുക്ക് ലാഭവും ഇല്ല, എന്നാൽ നഷ്ടമില്ല. ഓക്കെ, ഇവന്മാരൊന്നും നമ്മളെ കൊന്നിട്ടേ അടങ്ങുള്ളൂ. ഒരുപാട് സ്കെലിട്ടൻസ് എല്ലാം ഉണ്ട്. എൻ്റെ മോനെ, ഇതിലൂടെയൊക്കെയാണോ നെയില്? ഓ, നമുക്ക് നമ്മുടെ വീടിൻ്റെ മണ്ടയ്ക്ക് വരാം. എൻ്റെ മോനെ, അപ്പം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മുടെ നെയില്. എൻ്റെ മോനെ എന്നെ കൊല്ലില്ലടാ. ഓക്കെ ഇതിലായി. ഓക്കെ, മോൺസ്റ്റേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ മോൺസ്റ്റേഴ്സിന് എന്ത് ചെയ്യാനാണ്? എനിക്ക് ആ സ്കെലിട്ടൻ പോയെന്നാണ് തോന്നുന്നത്. ഇല്ല. അതിലടക്കടാ. എൻ്റെ അമ്മ, നമ്മുടെ കുക്കീസ് എല്ലാം പോയിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊരു ഹെൽമെറ്റ് ഉണ്ട്. ഓ, സ്പൈ ഗ്ലാസ് ഉണ്ടായിരുന്നു, നമ്മളെ ശ്രദ്ധിച്ചില്ല. പുറത്തോട്ട് ഇറങ്ങാൻ. ഓ, എൻ്റെ മോനെ അതിലടിക്കേ. നമ്മുടെ ചത്ത്. ഓ, അടി. അവനെ തീർക്കണം. തീർക്കും. ഓക്കെ, ഇനി നമുക്ക് സെറ്റാവാം ഫ്രണ്ട്സ്. ഓക്കെ, നമ്മൾ പരമാവധി അവിടെയും ഇവിടെയൊക്കെ നോക്കിയിട്ട് വേണം. ഇനി എവിടെയാണ് മോൺസ്റ്റേഴ്സിൻ്റെ ഒരു ഓ, പക്ഷെ നമ്മൾ ഡോർ തുറന്നാണ് കിടന്നത്. ആരെയും വന്ന് കയറിയാൽ തീർന്നു. എൻ്റെ അമ്മോ, സോംബി വന്നു ഫ്രണ്ട്സ്. സോംബി എത്ര നാട്. എൻ്റെ അമ്മോ, ഇവന്മാരെ കിടിലൻ. ഇവന്മാരെ തീർക്കണം. എടാ, ഒരുത്തൻ. ഓക്കെ, ഒരുത്തൻ ചത്ത്. എനിക്ക് അയൺ കിട്ടി അവൻ്റെ കയ്യിൽ നിന്ന്. ഇതെന്ത് മായാജാലമാണ് ഫ്രണ്ട്സ്. ഓക്കെ, നമ്മളെ കയ്യിൽ 3 ഉണ്ട് ഇപ്പോൾ. ഇനി ഓവർ മോൺസ്റ്റേഴ്സ് ഉണ്ടാവില്ലെന്നാണ് തോന്നുന്നത്. ഓ, സ്ലൈമ്. ഇനി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. ഓക്കെ, അവന്മാർ കാണാൻ പാടില്ല. ഓക്കെ, അവിടെ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ മോനെ, അവിടെ ക്ലീനാണ്. ഇവിടുന്ന് റണ്ണപ്പ് ചെയ്താൽ മാത്രം മതി. ആരും സ്പോട്ട് ചെയ്തിട്ടില്ല. നോൺ സ്പോട്ടറാണ്. ഓക്കെ, അവനും കണ്ടിട്ടില്ല, മണ്ടൻ. എൻ്റെ അമ്മോ, വില്ലേജർമാർ സീൻ തന്നെയാണ്. ഇവിടെ എന്തോ കാര്യമായിട്ടുള്ള ഡീല് നടക്കുന്നുണ്ട്. എന്തായാലും നെയില് മരിച്ചിട്ടില്ല എന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം ആ അറബിയുടെ ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമല്ല, ആ ഹട്ടിൻ്റെ ഇത് കാരണമുണ്ട്. ഒരുപാട് കാരണമുണ്ട്. നമ്മുടെ ഹെൽത്ത് ഫുള്ളാണ്. ഓട്. എടാ മോനെ, അത് കാത്തിക്കാൻ നേരില്ല. ഐറ്റംസ് എല്ലാം കിട്ടി. നമുക്കിനി വേറെ വഴിയില്ല. എന്ത് ചെയ്യും? ഓക്കെ, നമുക്ക് നമ്മുടെ അമ്പെടുത്ത് പണി തുടങ്ങിയാലോ ഫ്രണ്ട്സ്. അതേ പിന്നെ നടക്കുള്ളൂ. നമ്മുടെ ഫുൾ ഐറ്റംസ് ആയിട്ട് അങ്ങ് പോകാൻ. ആ കുറച്ച് ഐറ്റംസ് എടുക്കാൻ നമ്മൾ ഒരുപാട് ഐറ്റംസ് ആയിട്ട് പോകണം. കാരണം അതൊക്കെ ഇമ്പോർട്ടൻ്റ് ഐറ്റംസ് തന്നെയാണ്. ഓക്കെ, ആദ്യം തന്നെ ആ മണ്ടനങ്ങ് തീർത്തേക്കാം. ഒരൊറ്റൊരു ഷോട്ട് കൊടുത്തേക്കാം. ഓക്കെ, അത് പഴയ പോയി. എന്തായാലും നമ്മളെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കൊള്ളണമേ. ആ കൊണ്ട് ആ വരുന്നുണ്ട്. ഓക്കെ, അവൻ ചത്ത്. ഇത്രേ ഉള്ളൂ. ഓരോരുത്തരെയും നമുക്ക് നൈസായി തട്ടിയാൽ മതി. തിരക്കൊന്നുമില്ല. ഓക്കെ, ഒരുത്തൻ വരുന്നുണ്ട്. ഓക്കെ, അവൻ കൊണ്ടു. അടുത്തതും കൊണ്ടു. ചത്തു. ഓക്കെ, അവനൊരു 9 ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക്
അവനെ നൈസായി വിളിക്കാം. വരുന്നുണ്ട് കൊണ്ടു ചത്തു. ഓക്കെ, ഓരോരുത്തരും നമുക്കിങ്ങനെ തീർക്കും. എൻ്റെ മോനെ, ഓക്കെ ഇവോക്കറല്ലാതെ ചത്ത് എമറാൾഡ് കിട്ടി ഫ്രണ്ട്സ്. നമ്മളാൾ പൊളിയാണ് ഫ്രണ്ട്സ്. ഇവന്മാർക്ക് എന്താ കണ്ണ് കാണില്ല. എൻ്റെ മോനെ ചത്ത് അത്രേ ഉള്ളൂ. ഇനി മാൻഷനിലോട്ട് ഡയറക്റ്റ് കയറാൻ പറ്റുമോ? നമ്മുടെ കയ്യിലൊരു ആക്സ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മോനെ നമ്മുടെ ഐറ്റംസ് എല്ലാം തന്നെ. എൻ്റെ മോനെ സീനി ഇവന്മാർ സീനി. ഓ, നമ്മൾ രക്ഷപ്പെട്ടു. ഇവിടെ കിടക്കുന്നതാണ് നമ്മുടെ ഓൾ ഐറ്റംസ്. ഇവിടെ എന്തൊക്കെ വള്ളിയെല്ലാം കിടപ്പുണ്ട്. ഇനി നമുക്കൊന്ന് സെറ്റാവാം. ഇന്നത്തോടെ ഇതങ്ങ് തീർക്കാം. നമുക്കിവിടുന്ന് ഓക്കെ ഇത്രയും ക്രോസ് ബോ നമുക്ക് കിട്ടി. ബോയ് എല്ലാം ഉണ്ട്. നെതറൈറ്റിൻ്റെ സോഡ് നമുക്ക് കിട്ടി. ഓക്കെ, പോയിരിക്കട്ടെ. ഇതൊന്നും നമുക്ക് വേണ്ട. ഓക്കെ, സെറ്റാണ് ഫ്രണ്ട്സ്. ഓക്കെ എൻ്റെ മോനെ ഇവോക്കർ ഫ്രണ്ട്സ് കിട്ടിലും ഫ്രണ്ട്സ്. ഇവോക്കറി അപ്പോൾ അതായിരിക്കും അവന്മാരുടെ ക്യാപ്റ്റന്. ഓക്കെ, നമ്മുടെ സ്പൈ ഗ്ലാസ് നമുക്ക് കിട്ടി. ഇനി എന്തൊക്കെയോ ഐറ്റംസ്. എൻ്റെ മോനെ നെതറോട ചത്തി എത്ര ഉള്ളു. നിസാരം. ഓക്കെ, ഇവിടുന്ന് നമുക്ക് അമ്പ് ചെയ്താലോ? കിട്ടും. ഓ, കിട്ടി. അവന് കൊണ്ട് കിട്ടി. യെസ് എടാ മോനെ, ഇവോക്കറിനെ നമ്മൾ തീർത്ത്. അത് ഇത്ര എളുപ്പത്തിൽ കിട്ടിലും തന്നെ. സൂക്ഷിച്ചിട്ട് വേണം ഓരോ അടികളും. വെറും കുറഞ്ഞ ഷോട്ടുണ്ടായി നമ്മൾ കിളി പോയത്. നമ്മുടെ ഐറ്റംസ് ഫുള്ള് പോയി. ആ ഇവോക്കർ നിസ്സാരക്കാരനല്ല ഫ്രണ്ട്സ്, കേട്ടില്ല തന്നെ. അത്രയും ആർമർ ഇട്ടിട്ടും നമ്മളെ ഡെത്ത് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ഇത് തന്നെയാണ്. ഓക്കെ, ആരില്ല എന്നാൽ മതി, നമുക്ക് ഡയറക്റ്റായി അങ്ങോട്ട് പോവാം. ഓക്കെ, എനിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട്. നമുക്ക് ഈ ചില്ല് പൊട്ടിച്ച് അകത്തോട്ട് കിടന്നിട്ട് ആ ടോട്ടം അങ്ങ് എടുക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇവന്മാരൊന്നും നമ്മളൊന്നും ചെയ്യില്ല. നമ്മളെ കാണാത്തോണ്ടാണ്. അതെൻ്റെ സ്വന്തം. ഓക്കെ, കിട്ടി. ഇനിയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാം. ഓക്കെ, ഇനി അവൻ നമ്മളെ തട്ടിയാലും നമുക്ക് പിന്നെയും നമ്മുടെ ഐറ്റംസ് കളക്ട് ചെയ്യാൻ പറ്റും. എൻ്റെ അമ്മോ, അവന് അവിടെ ഉണ്ടാ. ഓക്കെ, നമുക്ക് കമണ്ടിൻ്റെ സോഡ് നമ്മളെടുത്തു. നെതറൈറ്റ്. എൻ്റെ അമ്മേ, ഒരമ്പ് കിട്ടിയ കൊള്ളാം. എൻ്റെ മോനെ, ഓക്കെ, അമ്പ് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഗ്രീന് അമ്പ് കിട്ടിയ പിന്നെയും കൊള്ളാം. അവൻ വരുമോ? ഇല്ല, അവൻ ലോങ് റേഞ്ചറാണ്. അവന് പേടിച്ച്. യെസ് ഫ്രണ്ട്സ്, അവനെ കിട്ടി. യെസ്, അങ്ങനെ നമ്മുടെ ഈ മാൻഷന് മൊത്തം കീഴടക്കിയിട്ടുണ്ട്. ക്യാപ്റ്റൻ നെയിലിന് പോലും സാധിക്കാത്ത ആ മിഷന് നമ്മൾ സ്വന്തമാക്കി. എന്താ കാര്യമാണ്, ക്യാപ്റ്റൻ നെയിലിന് പോലും സാധിക്കാത്ത ആ ഒരു മിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. മാൻഷൻ ഒരു രക്ഷയില്ല. കേട്ടില്ല. ഇൻറ്റീരിയർ ഇവിടെ ലാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മൗസാണെന്ന് തോന്നുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഗ്ലോബറി പിന്നെ കുറച്ച് ഫ്രെയിംസ് എല്ലാം വെച്ചിട്ട് ഇവിടെ ആയിരുന്നു. ഓക്കെ, അത് നമുക്ക് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, എന്തായാലും അത് നമ്മുടെ മാൻഷൻ തന്നെ ഇനി മുതൽ. ഓക്കെ, നമ്മുടെ മാൻഷൻ, നമ്മുടെ സ്വന്തം മാൻഷൻ. ഇനി ഇവന്മാരെ കൂടി തട്ടിയാൽ ഇത് ക്ലീനായി. ഇവന്മാരെ തട്ടണമെങ്കിൽ നമുക്ക്
ഇത് വലിച്ചെടുക്കേണ്ടി വരും. നമ്മുടെ മറ്റേതെടുക്കാം. ഓക്കെ, ഗ്രീനാണ് നമുക്ക് വേണ്ടത്. ഇനി കളി തുടങ്ങാം. ഓക്കെ, അവൻ്റെ 8 ഷോട്ട് അടിച്ചാൽ മറ്റവനും വരും, ഉറപ്പാണ്. ആദ്യം അമ്പന്നെ തീർക്കണം. അമ്പന്നെ നൈസായി തീർക്കാം. ഓക്കെ, അവനെ തീർത്തു. അവനെയും തീർത്തു. നഗറ്റ് നമുക്ക് കിട്ടി. ഇനി ഇത് മൊത്തം നമ്മുടെ സ്വന്തം മാൻഷൻ. ഇനി ഇത് നമ്മൾ ഭരിക്കും. നെയിലിന് എന്തായാലും കണ്ടുപിടിക്കണം. നമുക്ക് ഇന്ന് ഫുള്ള് യാത്രയാവാതെ ഇതെന്തായാലും ഇനി നമ്മുടെ മാൻഷൻ തന്നെയാണ്. ഇനി ഇതിൻ്റെ ചുറ്റുപാടുള്ള കുറച്ച് ആളെ കൂടി തീർത്താൽ ഇത് മൊത്തം നമ്മുടെ കയ്യിൽ. ഓക്കെ, നമുക്ക് നെയിലിനെ കണ്ടുപിടിക്കാൻ പോകണം ആദ്യം. ഇതെല്ലാം ഇരിക്കട്ടെ. ഓക്കെ, നമുക്കൊരു ടോട്ടം കിട്ടി. ഇതും വേണം. ഓക്കെ, ഇതെല്ലാം ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഓക്കെ, നെയിലിനെല്ലാം പിക്കാക്സ് എല്ലാം ഇവിടെ നിന്ന് കിട്ടി എന്നാണ് എൻ്റെ ഒരു. ഓക്കെ, നമുക്ക് ഇതെടുക്കാം. ഓക്കെ, ഇത്ര മതി. ഇതന്നെ ധാരാളം. കുറച്ച് കുക്കീസ് നമുക്ക് എടുക്കാം. ഇനി നമുക്കൊന്ന് സെറ്റാവാം. ഓക്കെ 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 ഇപ്പം നമ്മൾ റെഡിയാണ്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, 2 ടോട്ടം ഉണ്ട് നമ്മളെ കയ്യിൽ. ഒന്ന് നമ്മുടെ ബാഗിലിരിക്കട്ടെ. കുക്കീസ് റെഡിയാണ്. നമ്മുടെ വെപ്പൺ ഇങ്ങോട്ടാക്കണം. ഇതിവിടെ വെക്കണം. ഇതിങ്ങോട്ടാക്കണം. ഓക്കെ, ഇപ്പോൾ റെഡിയാണ് ഒക്കെ. നമ്മുടെ സ്വന്തം മാൻഷൻ. ഇതാദ്യം ആരുടേതായിരുന്നു? പിഗ്ലിൻ്റേതും അതുപോലെ തന്നെ പില്ലേജസും. ഇപ്പോൾ ഇത് നമ്മുടെ ഭരണത്തിലായി. ഓക്കെ, ആരും സ്ലൈം ആരും വരുന്നുണ്ട്. വാടാ, നിന്നെ അൽഫാം അടിക്കാൻ കാത്തിരിക്കും. എൻ്റെ മോനെ, അവനിത് പച്ച വിഷം കൊണ്ടുവരുന്നു. ചവടാ, എൻ്റെ ചത്ത് ചത്ത്. എന്തായാലും ഈ മാൻഷൻ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ ഇൻറ്റീരിയറെല്ലാം കിടിലനാണ് ഇൻറ്റീരിയർ. ഓക്കെ, അവിടെ ഒരുത്തനുണ്ട്. അവനക്ക് ഇത് കൊള്ളാൻ ചാൻസ് കുറവാണ്. കൊണ്ട് അവനത് കൊണ്ട്. ഓക്കെ, അവനെടുത്തോട്ട് വരട്ടെ. കൊണ്ടില്ല. കൊണ്ട്. ചത്ത്. ഇവനായിട്ട് നമുക്ക് ബീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫുഡ് തന്നെ വേണം. ഓക്കെ, അവനും ചത്ത്. നമ്മുടെ സ്വന്തം മാൻഷൻ. എനിക്കങ്ങനെ ഒരു രക്ഷയില്ല. മാൻഷൻ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ വേറെ ലെവലാണ്. നമുക്ക് കുക്കീസ് കഴിക്കാം. നമ്മുടെ മാൻഷനകത്തോട്ട് ഒരുത്തനെ നമ്മൾ കയറ്റി വിടരുത്. ഒരുത്തനെ പറഞ്ഞാൽ ഒരുത്തനെ. എന്തങ്ങനെ കിടിലൻ 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 കുഞ്ഞു പീസുകൾ വരുന്നുണ്ട്. എല്ലാം ചത്തി. ഓക്കെ, ഇവിടുന്ന് നോക്കിയാൽ എന്തോ ഒരു മിറർ പോലെ തോന്നുന്നു. എന്തായാലും മാൻഷൻ എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. കിടിലൻ തന്നെ. ഓക്കെ, ഇനി നമുക്ക് ഈ രാത്രി ഉറങ്ങിയതിന് ശേഷം നമ്മുടെ ഹട്ടിലുള്ള സാധനങ്ങളും ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇനി ഈ മാൻഷൻ നമ്മൾ സ്വന്തം. ഓക്കെ, കിടിലൻ തന്നെ. ഒരു നെയില് നമ്മുടെ ക്യാപ്റ്റനാണ് നെയില്. നമ്മുടെ ക്യാപ്റ്റന് പറ്റാത്ത സംഭവം നമ്മൾ തീർത്തിരിക്കുന്നു. ക്യാപ്റ്റൻ നെയില് വിചാരിച്ചിട്ട് പോലും തീർക്കാത്ത ഒരു മിഷൻ നമ്മൾ തീർത്തിരിക്കുന്നു. എൻ്റെ മോനെ, ഇത്രയും വലിയൊരു മാൻഷന് നമ്മളെ സ്വന്തമാക്കുമെന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. ഇനി നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് ഇവൻ്റെ മുഖത്ത് റൈഡ് ചെയ്യാൻ പറ്റും. റൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ? റൈഡ് നോക്കാം. ഓക്കെ, ഡൈ ഉണ്ട്. ഇതുകൊണ്ട് നമുക്ക് ആ ഉപകാരമില്ല. ഞാൻ പോത്തിൻ്റെ മേലെ കൂടെ ചാടുന്നുണ്ടല്ലോ. എന്തായാലും നമ്മുടെ ഹട്ടിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണം. നമുക്ക് നമ്മുടെ വീട്ടിൽ പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പോകാൻ പറ്റുമായിരുന്നെങ്കിൽ അത് വളരെ ഉപകാരമായിരിക്കും. എന്തായാലും നമുക്ക് ഈ ബുക്കെല്ലാം ഇവിടുന്ന് എടുത്ത് മാറ്റാം. ഓക്കെ, അല്ലേ വേണ്ട, ഈ ബുക്ക് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി ഏതെങ്കിലും ആൾക്കാർ ഇതിലൂടെ കുടുങ്ങി വന്നാലോ നമുക്ക് എന്തായാലും അവരെയും രക്ഷിക്കാൻ പറ്റും. ഇതിൻ്റെ ഉപകാരം എന്ന് പറഞ്ഞാൽ നെയിൽ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നതൊക്കെ നേരെ മേലോട്ട് കയറാൻ പറ്റും. അതേ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് കയറാൻ പറ്റില്ല. നേരെ ചാട്ടിയും കയറിയാൽ മതി. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതേ കണ്ടോ ഈ ആട്?
ഇതൊക്കെ RIP?. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം നെയിൽ ഇവിടെ ഇവിടെ ഉണ്ട്. എല്ലാം ഒരു സസ്പെൻഷൻ. അപ്പോൾ ഇത് മൊത്തം നമുക്കെടുക്കാം. ഇതെല്ലാം ഇവിടെ ഇരിക്കട്ടെ. ഇനി ഇതെടുത്തിട്ട് നമ്മുടെ ബാഗ് നമുക്കെടുക്കാം. എന്തായാലും ഒന്നും ബാക്കി വെക്കണ്ട. ഈ ഹട്ട് പോലും നമുക്ക് ബാക്കി വെക്കണ്ട. ആ ഹട്ട് ഇവിടെ ഇരിക്കട്ടെ. ഏതെങ്കിലും ആൾ വരികയാണെങ്കിൽ അവന്മാർക്ക് ഉപകാരമായിക്കോട്ടെ. എന്തായാലും നമ്മളിവിടെ കുടുങ്ങിപ്പോവാൻ ചാൻസ് കുറവാണ്. കാരണം നമുക്കിതിലോട്ട് കയറാൻ കഴിഞ്ഞില്ല. നമ്മൾ സ്ലിപ്പാവുന്ന പോലെ പുറത്തോട്ട് പോവാണ്. സ്ലിപ്പാവുകയാണ്. എൻ്റെ സംഭവം എനിക്കൊരു പിടുത്തില്ല. എന്തായാലും നമ്മളിവിടുന്ന് പുറത്ത് കടക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇതിന് ചുറ്റിലും ഒരു ഭരണം കൊണ്ടുവരും. ഇതാകെ ഇതിൻ്റെ ലെയർ കുറച്ചുള്ളൂ. പിന്നെങ്ങനെയാണ് നമ്മുടെ ക്യാപ്റ്റന് പിക്കാക്സ് എല്ലാം ഉണ്ടാക്കി. അത് ഡയമണ്ട് പിക്കാക്സ്. ഇവിടെ മൈൻ ചെയ്ത പോലെ പോയിട്ട് ഡയമണ്ട് പോലും അയണ് കോള് പോലും കാണാൻ പറ്റില്ല. നമ്മുടെ ബാഗ് ഇവിടെ വെച്ചു, പിക്കാക്സ് ഇവിടെ വെച്ചു. അങ്ങനെ നമ്മുടെ മാൻഷൻ സ്വന്തമാക്കിയിരിക്കുകയാണ് ഫ്രണ്ട്സ്. ഈ മാൻഷൻ്റെ വ്യൂ ഞാൻ കാണിച്ചു തരാം. കുറച്ച് ദൂരെ പോയാലേ അത് കാണാൻ പറ്റുള്ളൂ. ഈ ബാഗിലാണ് നമുക്കിനി നമ്മുടെ ബാഗ് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പ്ലേസ് ചെയ്യാം. ഇവിടെ പ്ലേസ് ചെയ്യാം. ഇതിൽ നമ്മുടെ ബൈനോക്കുലർ എടുത്തിട്ട്, ബൈനോക്കുലറല്ല ഇതിൽ വേറെന്താ, സ്പൈ ഗ്ലാസ് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം മാൻഷൻ്റെ ലുക്ക് എത്രത്തോളം. ഇത് നൈറ്റായാലേ മാൻഷൻ്റെ ലുക്ക് ഓക്കെ. അവിടെ അതിൻ്റെ ലുക്ക് ഒരു രക്ഷയില്ല. ഇതെന്തോ ക്രിയേറ്റ് ചെയ്ത പോലെ ഈ സൈഡിലുള്ളതെല്ലാം. അത് മൊത്തം നമ്മളെ ഇങ്ങോട്ട് ക്ഷണിച്ച പോലെ. ഇനി നെയിലെന്തെങ്കിലും പോർട്ടലിൽ കളിച്ചിട്ട് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നതാണോ? മാൻഷൻ്റെ ലുക്ക് ഇത് സൂം ചെയ്യുമ്പോൾ ദൂരത്തുനിന്ന് സൂം ചെയ്തിട്ടേ കാര്യമുള്ളൂ. അടുത്തുനിന്ന് സൂം ചെയ്ത് അതിൻ്റെ ഒരു ബ്ലോക്കേ നമുക്ക് കാണാൻ കഴിയും. അയ്യോ, ഇവനിതേ വരുന്നു. ഓടറാ. ഓക്കെ, സ്ലൈം നമ്മളെ വിടുന്ന് തോന്നില്ല. നമുക്ക് അടിച്ച് തീർക്കാം. നമ്മളെന്തായാലും ഒരുപാട് വിശന്നിരിക്കുകയാണ്. ഫുഡെല്ലാം നെയ്യെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നും തീരും തോന്നുന്നില്ല. നെതറൈറ്റിൻ്റെ സോഡ് കൊണ്ടാണെങ്കിൽ ഇതൊന്നേ നമ്മൾ ചത്ത്. ഓക്കെ, ചാവാൻ ചാൻസ് കുറവാണ്. കാരണം ഈ സ്ലൈം അടിച്ചെന്ന് വെച്ചിട്ട് നമ്മൾ ചാവുന്നൊന്നുമില്ല. ഓക്കെ, ഇനിയും വില്ലേജസ് തീർന്നിട്ടില്ല. ഓക്കെ, ഇത് കൂടി വരികയാണ്. ഓടറാ. നമുക്കാണെങ്കിൽ ഓടാനും പറ്റുന്നില്ല. ട്രേഡറിനെ ഒന്ന് അടിക്കണോ? ട്രേഡറിനെ ഒന്ന് അടിച്ച് സഹായിക്കണേ. നെതറിൻ്റെ സ്പോഡ് എടുക്കാതെ നമ്മളെ കൊണ്ടൊന്നും ചെയ്യും. ഓക്കെ, ഇതൊരു ആർച്ച് പോലെയാണ്. നമ്മൾ കയറി പോകുന്ന സ്ഥലത്ത് നേരെ കയറി മേലോട്ട് വരുമ്പോൾ ഇതിൻ്റെ അടിപൊളിയായിരിക്കും. നമുക്ക് നമ്മുടെ ബാഗിലുണ്ടോ നോക്കാം. നെതറൈറ്റിൻ്റെ സോഡ്. ഓക്കെ, നെതറൈറ്റിൻ്റെ സോഡുണ്ട്. അതുപോലെ തന്നെ കുക്കഡ് റാബിറ്റ് ഒന്നെടുത്ത് കഴിച്ചാൽ തന്നെ മതി. നമ്മുടെ പള്ള ഫുള്ള് ആയില്ല. നമുക്ക് നമ്മുടെ പള്ള ഫില്ലാക്കി എടുക്കാം. ഒന്നും കൂടി മതിയാവുമെന്ന് തോന്നുന്നു. ഒന്നും കൂടി വേണ്ടത്. ഒന്നും കൂടി വേണം. ഇതും കഴിച്ചാൽ ഫുള്ളായി. ഓക്കെ, ഇപ്പോൾ ഫുള്ളായി. ഞാൻ എന്തിനാ ഈ ചൂണ്ടെടുത്തിട്ട് നെതറൈറ്റിൻ്റെ സോഡ വേണ്ട. ഇപ്പം റെഡി. ഇനി ഞാൻ ഈ മാൻഷൻ്റെ ഫുൾ ലുക്ക് കാണിച്ചാൽ കിഡിലെന്ന് പറഞ്ഞാൽ കിഡിലാണ്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാൻ നമ്മുടെ സ്പൈ ഗ്ലാസ് കൊണ്ട് കോയിനെ സ്പൈ ചെയ്ത് എന്തായിരിക്കും. എൻ്റെ അമ്മ, ഈ കോയിൻ്റെ മൂന്ത കണ്ട നാവ് പുറത്തോട്ടിട്ട പോലെ. കവ്. ഓക്കെ, ട്രേഡർ. ഇനി അവനെ അടിക്കുമ്പോൾ കണ്ടോളൂ. രണ്ടടിക്ക് തീരും. 1 2. ഇവനും 1 ഒറ്റൊന്ന്. ഇവന്മാർ പിന്നെ കുടകുടാന്ന് അടിച്ചാൽ മതി. ആരെങ്കിലൊക്കെ ചത്തോളൂ. ഇവനും ചത്ത്.
ഇവനും ചത്തു. ഇപ്പം തന്നെ നമുക്ക് ഒരുപാട് ലെവലായി കഴിഞ്ഞു. ഇനി ഞാൻ കാണിച്ചു തരാം നമ്മുടെ മാൻഷൻ. ഇനിയും ദൂരത്തോട്ട് പോകണമെന്ന് തോന്നുന്നു. ഇവനെ നമുക്ക് തീർക്കാല്ലേ. നമ്മൾ ക്യാമറൻ്റെ അടിയിലായിരിക്കും അവൻ വരിക. നമ്മൾ വ്യൂ നോക്കുന്നുണ്ട്. ചാടി വരുന്നവനെ വെട്ടിയിട്ടു. ഇനി ഇവിടുന്ന് നോക്കിയാൽ അതിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് വ്യൂ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, അത് കുറച്ച് ബോറിങ് ആവുന്നുണ്ട്. കുറച്ചടുത്തോട്ട് ഇവിടെ ഉണ്ട്. എൻ്റെ മോനെ കിട്ടില്ല. ലൈറ്റൊന്നും കാണുന്നില്ലല്ലോ. സത്യം പറഞ്ഞാൽ സ്പൈ ഗ്ലാസിൻ്റെ ആവശ്യമില്ല. ഇവിടെ തന്നെ ഇങ്ങനെ നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പം കിടിലനായിട്ട്. ഓക്കെ, ആ മേലത്തെ സ്വോർഡ് ഇവിടെ നിന്ന് തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. ആ ഗ്ലോബറിയുടെ ആ ഇലകളും പിന്നെ ഉള്ളത്തെ ഇൻറ്റീരിയറൊക്കെ ഇവിടെ നിന്ന് തന്നെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഹോഴ്സ് എല്ലാം വരാൻ തുടങ്ങി. നമ്മുടെ കയ്യിലെ സൈഡിലുള്ള പോലെ എനിക്ക് തോന്നുന്നു. നമ്മുടെ നെയില് ഒരു സാഡിൽ വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇരിക്കാനാണ് ചാൻസ്. സാഡിൽ ഞാൻ എവിടെയോ കണ്ടിരുന്നു. സൈഡിലുണ്ട്. അപ്പം ഇനി നമുക്ക് നമ്മുടെ ഹട്ടിലോട്ടാണെങ്കിലും വീട്ടിലോട്ടാണെങ്കിലും മനസ്സിലോട്ടാണെങ്കിലും എങ്ങോട്ടാണെങ്കിലും ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അമ്മേ വേണ്ട രക്ഷപ്പെട്ടു. 2 ഇത് ഒരുപാടെണ്ണുണ്ടല്ലോ. പ്രതീക്ഷിക്കാതെ ഇത്ര തോന്നാം. എനിക്ക് കുട്ടിപ്പുടിയുടെ ക്ലച്ചടിക്ക്. ക്ലച്ച് ഇതാണ് ക്ലച്ചിൻ്റെ പുറം. ക്ലച്ച് എൻ്റെ മോനെ. ഇത് മുട്ടായി ചാടി വരുന്ന പോലെ ഉണ്ട്. സ്വപ്നലോകത്താണ് നമ്മൾ. നല്ല കോൽമുട്ടായിൻ്റെ മേലത്തെ മിഠായി മാത്രം ചാടി വരുന്ന പോലെ സ്വപ്നലോകത്തെ മുട്ടായി മൊത്തം നമ്മൾ സ്വന്തമാക്കിയിരിക്കുന്നു. ആ കുതിര എവിടെ? ഇനി പോകല്ല കുതിരേ, എൻ്റെ സ്വന്തം കുതിരയല്ലേ. ഇനി ഇതിപ്പോൾ ഇണങ്ങിക്കോളും. അതെന്താ ഇണങ്ങാത്ത? ഓക്കെ, ഇത് നിൽക്കണം. ഇപ്പം നമുക്ക് ഇവൻ്റെ മേൽ യാത്ര ചെയ്യാം. എങ്ങോട്ട് വേണമെങ്കിലും. സ്പീഡൊന്നുമില്ലെങ്കിലും ഒക്കെ നല്ല ഹൈറ്റിൽ ചാടുന്നുണ്ട് ഇവന്. ഓക്കെ, ഇപ്പം തന്നെ 25 സ്ലൈമായി കഴിഞ്ഞു. ഇത്ര സ്പീഡുള്ളെങ്കിലും നമ്മുടെ നടത്തത്തേക്കാൾ എത്രയോ ബെറ്ററാണ്. കുതിര ചാടി പോകുന്നു. ഇത് കുരക്കൂലേ? അല്ല, കുതിരയുടെ സൗണ്ടിൽ. ഓക്കെ, നമുക്ക് കുതിരമെന്ന് ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഇനിയും ഇവിടെ ഒരുപാട് വില്ലേജർ ചുറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ അവന്മാരെ തീർക്കാനായി എനിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട്. നീ മാൻഷൻ്റെ അകത്തോട്ട് കയറണ്ട, അതെൻ്റെ മാൻഷനാണ്. ഓക്കെ, എൻ്റെ ബുദ്ധി ഇതാണ്. മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇതെടുത്തിട്ട് നമ്മൾ നമ്മുടെ വില്ലേജേഴ്സിൻ്റെ അടുത്തോട്ട് പോയി ഇതുപോലെ ഇങ്ങ് വെക്കണം. കുതിര റൈഡിനൊപ്പം വെടിവെപ്പും. നമ്മളാരാ മോൻ? അയ്യോ, കുതിര ചാവല്ലേ. കുതിരക്ക് മറ്റേ സംഭവം കൊടുക്കാൻ പറ്റും. കുതിരക്ക് ടോട്ടം പറഞ്ഞ സംഭവം കൊടുക്കാൻ പറ്റും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ചാടറാ. ഇവൻ നല്ലതായിട്ട് ചാടുന്നുണ്ട്. നമ്മുടെ ആ മതിൽ ചാടുമോ? അങ്ങനെയാണ് ഇവൻ വേണ്ട. മതിലും ചാടുന്നുണ്ടല്ലോ. എന്ത് ഹൈറ്റാണ് ഇവൻ ചാടി കളിക്കുക. എൻ്റെ മോൻ മാൻഷൻ്റെ മേലോട്ട് ചാടുമോ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മാൻഷൻ്റെ ഉള്ളിലോട്ട് കയറിയതെന്ന്. ഇവിടെ നിന്നോ. എനിക്കുള്ള തീറ്റെല്ലാം ഞാൻ നാളെ തരാം. ആരോ ഇപ്പം ലാനിൽ വന്നു. എന്തായാലും അത് MUMJD അല്ല, അതെനിക്ക് ഉറപ്പാണ്. ഇതെന്താണ്? ഇതൊന്നുമല്ല വേണ്ടേ. ഇനി നമുക്ക് നമ്മുടെ മാൻഷനിൽ പോയി നമ്മുടെ
ലാസ്റ്റ് നൈറ്റ് നമ്മൾ ഉറങ്ങാൻ പോവാണ്. ഓക്കെ, നമ്മുടെ ഐറ്റംസ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഒന്ന് സ്റ്റഡിയായി വെക്കാം. ഓക്കെ, സ്ലൈം മിക്സ് ചെയ്തു. ഓക്കെ, മാപ്പ് നമ്മൾ എടുത്ത് നോക്കിയില്ലല്ലോ. അതെന്തായാലും ഇതിൻ്റെ മാപ്പ് തന്നെ ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വീഡിയോ പഠിച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോകണം. വീഡിയോ ഇഷ്ടം സബ്സ്ക്രൈബ് ചെയ്യലേക്ക്, ഷെയർ, സപ്പോർട്ട് ചെയ്യാം. പിന്നെ വീഡിയോ കണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വാ.